ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം RSS സർക്കാരിൻ്റെ മേൽ ചുമത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭരണഘടനയിൽ നിന്നും സോഷ്യലിസം, സെക്യുലറിസം എന്നിങ്ങനെയുള്ള വാക്കുകൾ എടുത്തു മാറ്റണം എന്നാണ് RSSൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ സെക്യുലറിസം, സോഷ്യലിസം എന്നിങ്ങനെയുള്ള വാക്കുകൾ ഭരണഘടന എഴുതപ്പെട്ട സമയത്ത് അംബേദ്കർ എഴുതി ചേർത്തിട്ടുള്ള വാക്കുകളല്ല, മറിച്ച് അത് കോൺഗ്രസ് ഗവൺമെൻറ് അതിനകത്ത് തിരികെ കയറ്റിയതാണ് എന്നുള്ള സത്യം നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. പോരാത്തതിന് 50 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി സർക്കാർ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയ്ക്ക് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ ഒരു പരിപാടിക്കിടെയാണ് അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, മതേതരം എന്നീ 2 വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് ഹൊസബലെ വാദിച്ചു. ഭരണഘടന ഇന്ത്യയിൽ വരുന്നതിന് മുമ്പും ഭരണഘടന ഉണ്ടായി അതിൽ മതേതരത്വം എന്ന് എഴുതി ചേർക്കുന്നതിന് മുമ്പും നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ മതസൗഹാർദ്ദത്തോടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് മതേതരത്വം എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1947 മുമ്പ് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു. അന്ന് ഇവിടെ വന്നിരുന്ന മുഗളന്മാർക്കും അന്ന് ഇവിടെ വന്നിരുന്ന ബ്രിട്ടീഷുകാർക്കും എല്ലാം പരവതാനി വിരിച്ച ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. അവർ ക്രിസ്ത്യാനികളാണ്, അവർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുന്നതിന് പകരം അവർക്ക് ഇവിടെ വ്യാപാരം ചെയ്യാനും അവർക്ക് ഇവിടെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാനുമുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു ഭൂരിഭാഗം ജനതയുള്ള ഒരു നാടാണ്. ആ നാട്ടിലാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു കുത്തിത്തിരിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. എന്തായാലും 1975 ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ട് ഹൊസബലെ ഇങ്ങനെയാണ് പറയുന്നത്. ആ കാലയളവിലുടനീളം ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ജുഡീഷ്യറിയുടെയും മാധ്യമങ്ങളുടെയും സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു. അടിയന്തരാവസ്ഥയിൽ വലിയ തോതിൽ നിർബന്ധിത വന്ധ്യകരണം നടത്തി. അക്കാലത്ത് ഇതെല്ലാം ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ ഭരണഘടനയുടെ ഒരു പകർപ്പ് കൈവശം വെച്ചുകൊണ്ട് നാട്ടുകാരെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ഇതുവരെ ക്ഷമ ചോദിച്ചിട്ടില്ല. എപ്പോഴാണ് അവർ ക്ഷമ ചോദിക്കുക? നിങ്ങളുടെ പൂർവികർ ചെയ്ത കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കൂ. ഇതിൽ നിങ്ങൾ രാജ്യത്തോട് ക്ഷമ ചോദിച്ചേ മതിയാകൂ എന്നാണ് ഹൊസബലെ കൃത്യമായി പറയുന്നത്. എന്തായാലും ബാബാ സാഹിബ് അംബേദ്കർ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ വാക്കുകൾ, അതായത് മതേതരത്വം, സോഷ്യലിസം എന്നിങ്ങനെ വാക്കുകൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ, പാർലമെൻറ്റ് പ്രവർത്തിക്കാതിരുന്നപ്പോൾ, ജുഡീഷ്യറി സ്തംഭിച്ചപ്പോഴാണ് ഈ വാക്കുകൾ എഴുതി ചേർത്തത് എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. പോരാത്തതിന് ഹൊസബലയുടെ ഈ പ്രസ്താവനയോട് കോൺഗ്രസ് എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഗൂഢാലോചന വിജയിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും അത്തരം യാതൊരു നീക്കത്തെയും എതിർക്കുമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് BJPയുടെ ഒരു ഗൂഢാലോചനയാണ് ഇത് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.